ഒരു പാവം പെൺകുട്ടിയുടെ ശരീരത്തിന് മേൽ അധികാരം സ്ഥാപിക്കാൻ വേണ്ടി ആ നാട്ടിലെ രണ്ട് മതങ്ങൾ തമ്മിൽ വലിയൊരു വർഗീയ കലാപം തന്നെ പൊട്ടിപ്പുറപ്പെടുകയാണ്. നഗരത്തിലെ വെളിച്ചം നിറഞ്ഞൊരു മദ്യശാലയിൽ നിന്ന് ലഹരിയുടെ പുറത്ത് ഒരു രാത്രിയുടെ സുഖം തേടി ഉൾനാടൻ ഗ്രാമത്തിലേക്ക് യാത്ര തിരിക്കുന്ന 3 സുഹൃത്തുക്കൾ, സക്കറിയ, ഗോപി, പിന്നെ ഹിലാൽ. അവർ ചെന്നെത്തുന്നത് ഒരു ഗ്രാമത്തിലെ മാളോം എന്ന സ്ത്രീ നടത്തുന്ന ഒരു വേശ്യാഗൃഹത്തിലേക്കാണ്. പക്ഷേ കാമം തീർക്കാൻ പോയി അവർ ചെന്നെത്തുന്നത് കൊടിയ വർഗീയ കലാപത്തിന്റെ നടുവിലേക്കാണ്. പത്മരാജൻ എന്ന ഗന്ധർവന്റെ മാന്ത്രികയിൽ പിറന്ന അരപ്പട്ടക്കെട്ടി ഗ്രാമത്തിൽ ആരംഭിക്കുന്നത് പ്രതീക്ഷകളോടെ പോകുന്ന ആ യാത്ര അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പേടി സ്വപ്നമായി മാറുന്ന കാഴ്ചയിലൂടെയാണ്. ഈ സിനിമ പ്രേക്ഷകനോട് വിളിച്ചു പറയുന്ന ഏറ്റവും വലിയ സത്യം നമ്മുടെ സമൂഹത്തിന്റെ കപട സദാചാര ബോധമാണ്. പകൽ വെളിച്ചത്തിൽ വലിയ മാന്യന്മാരും ദൈവവിശ്വാസികളും അച്ചടക്കം പറയുന്നവരുമാണ് ആ ഗ്രാമത്തിലുള്ളവർ. എന്നാൽ സൂര്യൻ അസ്തമിച്ച് ഇരുട്ട് വീഴുമ്പോൾ ഈ മനുഷ്യർക്ക് വരുന്നൊരു മാറ്റമുണ്ട്. വെളിച്ചത്തിൽ ഇട്ടിരിക്കുന്ന മുഖമൂടികളെല്ലാം ആ ഇരുട്ടിൽ അഴിഞ്ഞു വീഴും. രാത്രിയാകുമ്പോൾ അവരുടെ ഉള്ളിലെ മൃഗതൃഷ്ണയും കാമവും കൊലവറയും പുറത്തു വരും. ഒരു പാവം പെൺകുട്ടിയുടെ ശരീരത്തിന് മേൽ അധികാരം സ്ഥാപിക്കാൻ വേണ്ടി ആ നാട്ടിലെ രണ്ട് മതങ്ങൾ തമ്മിൽ വലിയൊരു വർഗീയ കലാപം തന്നെ പൊട്ടിപ്പുറപ്പെടുകയാണ്. പകൽ കാണുന്ന മാന്യത അല്ല മനുഷ്യനെ രാത്രിയിലെന്ന് സംവിധായകനോട് വരച്ചു കാണിക്കുന്നു. ആ ഗ്രാമത്തിലെ ഏറ്റവും വെറുക്കപ്പെട്ട ഇടമായി പകൽ കാണുന്ന ആ വേശ്യാഗ്രഹം രാത്രിയാകുമ്പോൾ ഈ മാന്യന്മാരുടെ കാമവീർ തീർക്കാനുള്ള ഇടമായി മാറുന്നതിലെ വലിയൊരു വൈരുദ്ധ്യം ഈ സിനിമയിലുണ്ട്. ഈ സിനിമയിലെ കഥാപാത്രങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടാക്കുന്ന ഒരു സ്വാധീനം വളരെ വലുതാണ്. മദ്യപാനിയായ അല്പം പരുക്കനായ സക്കറിയായി മമ്മൂട്ടി ജീവിക്കുകയായിരുന്നു. ജീവിതം ആസ്വദിക്കുന്ന വക്കീലായ ഗോപിയായ നെടുമുടി വേണുവും ചെറുപ്പക്കാരനായ ഹിലാലായ അശോകനും. എന്നാൽ സിനിമ മുന്നോട്ട് പോകുമ്പോൾ അക്രമവും കാമവും നിറഞ്ഞ ആ ഇരുണ്ട മുറിക്കുള്ളിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. പണം കൊടുത്ത് ഗൗരിക്കുട്ടിയുടെ മുറിയിലേക്ക് പോകുന്ന ഹിലാൽ അവൾ ഒരു വേശ്യയാണെന്ന് കരുതി അവളെ ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവളുടെ കരച്ചിൽ നിന്ന് ആ കുട്ടിയുടെ നിസ്സഹായത അവൻ മനസ്സിലാക്കുമ്പോൾ സ്വന്തം കാമത്തിൽ നിന്ന് വലിയൊരു കാരുണ്യത്തിലേക്ക് അവൻ മാറുകയാണ്. പുറത്ത് പെണ്ണിന് വേണ്ടി ആൾക്കൂട്ടം ആയുധമെടുത്ത് വെട്ടിയും കുത്തിയും മരിച്ചു വീഴുമ്പോൾ ഈ അടച്ചിട്ട വീടിനുള്ളിൽ ഈ 3 പുരുഷന്മാർ അനുഭവിക്കുന്ന വലിയൊരു ശ്വാസം മുട്ടലുണ്ട്. അമിതമായ പശ്ചാത്തല സംഗീതങ്ങളില്ലാതെ ഗ്രാമത്തിലെ സ്വാഭാവിക ശബ്ദങ്ങളും ആൾക്കൂട്ടത്തിന്റെ അലർച്ചയും നിശബ്ദതയും കൊണ്ട് മാത്രം പ്രേക്ഷകരിൽ ഇത്രത്തോളം ഭയം ജനിപ്പിച്ച മറ്റൊരു സിനിമ മലയാളത്തിലില്ല. നമ്മൾ സുരക്ഷിതരാണെന്ന് കരുതുന്നിടത്ത് നിന്ന് പെട്ടെന്ന് മരണത്തിന്റെ വക്കിലേക്ക് എത്തുമ്പോൾ മനുഷ്യന്റെ എല്ലാ അഹങ്കാരവും ഇല്ലാതാകുമെന്ന പച്ചയായ യാഥാർത്ഥ്യം ഈ സിനിമ കാണിച്ചു വരുന്നു. സിനിമയുടെ അവസാന ഭാഗം ലോക സിനിമയോട് തന്നെ ഇടപിടിക്കുന്നതാണ്. ആ വേശ്യാഗൃഹത്തിന് നേരെ ആക്രമണം ഉണ്ടാകുമ്പോൾ ആ വലിയ കലാപത്തിൽ നിന്ന് ഹിലാലിനെയും ഗൗരിക്കുട്ടിയും ഗോപിയും രക്ഷപ്പെടുത്താൻ വേണ്ടി സക്കറിയ സ്വന്തം ജീവൻ പണയം വെച്ച് പോരാടുകയാണ്. അവരെ സുരക്ഷിതമായി പറഞ്ഞയച്ചതിന് ശേഷം തങ്ങൾക്ക് വേണ്ടി സ്വയം കുരുതി കൊടുത്ത സക്കറിയെ തേടി ഗോപി തിരികെ വരുന്നുണ്ട്. ഇരുട്ടിലേക്ക് നോക്കി സക്കറിയ എന്ന് ഗോപി നീട്ടി വിളിക്കുമ്പോൾ ഒരു മറുപടിയുമില്ലാതെ ആ വലിയ നിശബ്ദതയിൽ സിനിമ അവസാനിക്കുമ്പോൾ പ്രേക്ഷകന്റെ തൊണ്ടയിൽ വലിയൊരു സങ്കടം വന്നു കുരുങ്ങും. ചോരയും ഭയവും മനുഷ്യന്റെ നിസ്സഹായതയും ഇത്രയും സ്വാഭാവികമായി കാണിച്ച ഈ ചിത്രം നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ അത് നിങ്ങളുടെ വലിയൊരു നഷ്ടം തന്നെയാണ്. ഇതൊരു സിനിമയല്ല, മരണത്തെ മുഖാമുഖം കാണുന്ന പച്ചയായ ഒരു അനുഭവമാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.